ഈത്തെ സംഭവം നീ 10 രൂപ വാങ്ങിച്ചത്. പിന്നെ പൈസ ഉണ്ടോ കൈ? പിന്നെ പൈസ എല്ലാം ഞാൻ ചുമ്മാ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. സന്തോഷമായി. അതല്ല അതിക്ക് 4 കണ്ടോ നീ? എന്റെ മുതലാളി മുതലാളി തന്നെ. എന്റെ പൊന്നളിയ കുറച്ചു ദിവസം മുമ്പ് ഞാൻ അവിടെ കാപ്പ് കുടിക്കാൻ വന്നു. അപ്പോഴാലൊക്കെ ഞാൻ പൈസ എടുത്തില്ല. അവസാനം എന്നെ കൊണ്ട് ഇവിടുത്തെ പാത്രം മൊത്തവും കഴിപ്പിച്ച് ഈ തറയും തുടപ്പിച്ച് വെള്ളവും കൊതിപ്പിച്ചിട്ടാ പറഞ്ഞു വിട്ടത്. ഉപ്പാടും കൊണ്ടുവരും അനുഭവം കൊണ്ട് ചോദിക്കുക ഉണ്ടല്ലേ? തീർച്ചയായും സന്തോഷം. നിങ്ങളല്ലേ കാര്യസ്ഥൻ? റീൽസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാര്? അതെ അതെ ഞങ്ങളാണ്. പിന്നെ റീൽസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളിയാ. രസമുണ്ട് കാണാൻ. പിന്നെ എന്റെ മോളെ നോക്കിയാൽ ഇത് ഭയങ്കര ആരാധകയാണ്. അതുകൊണ്ട് ഞാനൊരു സെൽഫി എടുത്തോട്ടെ. എന്താ അളിയാ എവിടെ പോയാലും കുറെ ആരാധനെ കൊണ്ട് വയ്യളിയ. ഇത് ചെയ്യാനാ അങ്ങനെ എല്ലാമായിരിക്കും. ഭാവിയിലെ ലാലല്ലടാ ഞാൻ. ലാലി ചേട്ടാ എത്രയായി? ചേട്ടാ പൈസ കൊടുക്കണ്ട, ഞങ്ങൾ കൊടുത്തോളാം. വേണ്ട, ഞാൻ കൊടുത്തോളാം. പൈസ വാങ്ങിക്കല്ലേ? ഞങ്ങളൊരു ആരാധന. എവിടെ പോലും കുറെ ആരാധകർ ഇപ്പൊ ഭയങ്കര ശല്യമായിട്ട്. ചേട്ടാ ഞങ്ങൾ എത്രയായി? നിങ്ങളെന്താ കഴിച്ചേ? ഞാൻ 2 ചായ. ഞാൻ 2 പത്തിരി. 15 ബിരിയാണി 4 ഊണ്. 2580 രൂപ. 2580? അതെങ്ങനാന്ന് വെച്ചാൽ അയാളുടെ കൂടെ ചേർത്തിട്ട് നിങ്ങളല്ലേ പറഞ്ഞ അയാളുടെ കാശ് നിങ്ങൾ കൊടുക്കണം. ഇപ്പൊ ഉരുണ്ട കളിക്കുന്നു. ചേട്ടാ A few moments later. ഇതേപോലെ നല്ല രീതിയിൽ വെളുപ്പിച്ച് കഴിയണം. പെട്ടെന്ന് കഴിയാൻ വേണം. അടുത്ത പണി ഉണ്ട് എനിക്ക്. കാര്യം ഉണ്ടായിരുന്നു. പൈസ കൊടുക്കാൻ അവന്റെ വീട്ടിലൂടെ കൊടുക്കാൻ കുറച്ച് കാണാനും പറഞ്ഞല്ലേ. എന്നിട്ടല്ല അണ്ണ എന്നെ മാത്രം കൂട്ടി പറയുന്ന പറ്റിപ്പോണ. അപ്പൊ ഇത്രയും പറ്റുന്ന ആരെങ്കിലും പറഞ്ഞു. ഞാനൊരു അന്യായം പറ്റാതെ പോയി കേട്ടോ. 2500 രൂപ എന്തോ കാണിച്ചിട്ടാ. നമ്മളെ 10ന്റെ കൂടെ ഉണ്ട്. ഹലോ ചേട്ടന്മാരെ, നിങ്ങളല്ലേ മറ്റേ കാര്യസ്ഥൻ എന്ന് പറയുന്ന റീലൊക്കെ ചെയ്യുന്നവര്? ഇത്രയും നേരം പാത്രം കഴുകി പോരി. ഇനിയും പാത്രം കഴുകണോ? ഇങ്ങോട്ട് വാ, ഞങ്ങളറിയാ. ഓക്കെ ചേട്ടാ. പക്ഷെ ഇവരാണോ എന്ന് തോന്നുന്നു. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ കണ്ടതല്ലേ ഉള്ളു ഈ വേണ്ട റീല്. ഇത്ര പെട്ടെന്ന് നിങ്ങളാ മറന്നു പോയോ പാത്രം കഴുകി? ഇങ്ങോട്ട് വാ. സെലിബ്രിറ്റികള് ഗതിയേറ്റവന്മാര്